ലോർഡ്. ഞാൻ ബ്രദറിൻ്റെ അടുത്ത് ചെന്നപ്പം ബ്രദർ എന്നോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ. അതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റിയല്ലോ. ജ്ഞാനം 6:11 പറയുന്നു, എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോടെ തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. എനിക്ക് ഇന്നത്തെ രാവിലത്തെ ആ ധ്യാനത്തിൽ ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ അങ്ങ് സ്പർശിച്ചു. എനിക്ക് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും വചനം വായിച്ചും പഠിച്ചും ധ്യാനിച്ചും ദൈവിക ജ്ഞാനം നിറഞ്ഞ് ഈ ലോകത്ത് ജീവിക്കണം, ലോകം മുഴുവനും വേണ്ടിയും ജ്ഞാനം നിറയാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് അവിടുന്ന് ക്രമീകരിക്കുന്നു. പിടിച്ചോട്ടെ. എന്നെ ഈശോ പ്രത്യേകം പരിശുദ്ധാത്മാവ് ഈ ഭവനത്തിലേക്ക് കൊണ്ടുവന്നാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ 1 വർഷക്കാലം ഞാൻ ഞങ്ങളുടെ പർത്താനത്തുള്ള ഒരു ആശ്രമത്തിലായിരുന്നു. അവിടെ വെളുപ്പിനെ 3 മണി മുതൽ എഴുന്നേറ്റ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, 6:14 പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും, അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് യാമപ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്തതുകൊണ്ട് എനിക്ക് വെളുപ്പിനെ എഴുന്നേക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്കിലും ഇന്ന് വെളുപ്പിനെ എഴുന്നേൽക്കാനായിട്ട് നടക്കിയപ്പോൾ എൻ്റെ ടോർച്ച് കണ്ടില്ല. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ പരിശുദ്ധാത്മാവെ ടോർച്ച് കണ്ടില്ല, എങ്ങനെയാണ് 4 മണിക്ക് കൃത്യേക്കും. 1:30 ആയപ്പോൾ ഉറക്കം തെളിഞ്ഞു. അന്നേരം മുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. അത് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണ് തുറന്നപ്പോൾ ഞാൻ വേഗം ചാടിയേറ്റ് ടോർച്ച് കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പരിശുദ്ധാത്മാവെ ഞാൻ ഏതായാലും പ്രാർത്ഥിക്കാൻ പോവാം, ടോർച്ചൊന്നും കണ്ടില്ല. ഞാൻ എഴുന്നേറ്റിരുന്ന് 10-15 മിനിറ്റ് പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കവും വന്നു. അത് കഴിഞ്ഞ് ഞാനങ്ങോട്ട് കിടന്നു. പിന്നെ ഞാനോർത്ത് സമയം ഒന്ന് നോക്കിയിട്ട് കിടക്കാം. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഈ സമയം നോക്കിയപ്പോൾ കൃത്യം 4:15. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കൃത്യസമയത്ത് തന്നെ എന്നെ പരിശുദ്ധാത്മാവ് വിളിച്ചേൽപ്പിച്ചല്ലോ എന്നും. പിന്നെ എനിക്കിപ്പോൾ തീക്ഷ്ണമായ ആഗ്രഹം, നേരത്തെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം, വചനം വായിച്ച് പഠിച്ച് മാത്രമേ പരിശുദ്ധാത്മാവ് നിറയുള്ളൂ എന്ന്. ഇപ്പോൾ എനിക്ക് വലിയൊരു തീക്ഷ്ണമായ ആഗ്രഹമാണ് വചനം വായിച്ചും പഠിച്ചും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ലോകം മുഴുവനും വേണ്ടി ജ്ഞാനം നിറയാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്. ഇപ്പോൾ ഈ ഭവനത്തിലേക്ക് വന്നത് തന്നെ അവിടെ ഇങ്ങനെ വചനം, ഞങ്ങൾക്ക് ആശ്രമത്തിൽ പുറത്തു പോകാനൊന്നും അനുവാദമില്ല, ധ്യാനം കൂടാനോ അങ്ങനെ വചനം കേൾക്കാനൊന്നും അവസരമില്ല. അപ്പം ഞാൻ പ്രൊവിൻഷ്യലമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ധ്യാനം കൂടാനും ഒക്കെ വളരെ ആഗ്രഹം. അപ്പം അമ്മ പറഞ്ഞു, ഇവിടെ 1 കൊല്ലത്തേക്ക് നിൽക്കുമ്പോൾ അങ്ങനെയൊന്നും പോകത്തില്ല, അത് കഴിഞ്ഞ് എവിടെ വേണേലും എലിസബത്തിനെ ഞാൻ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ അമ്മ എന്നോട് ചോദിച്ചു ഏത് മഠത്തിൽ താമസിക്കണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഈശോയുടെ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു മഠത്തിലേക്ക് എന്നെ സ്ഥലം മാറ്റി. അവിടെ എനിക്ക് വളരെ സന്തോഷവും സമാധാനമൊക്കെ. ഞാൻ 8 കൊല്ലം നിന്നിട്ടുള്ളൊരു മഠമാണ്. അപ്പം ഞാൻ മദറിനോട് ചോദിച്ചു, എനിക്കവിടെ ഒരു ജോലി വെച്ചു. ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി സമയം പോകുമായിരിക്കും. മെസ്സിൻ്റെ ചാർജ് എന്നെ അവിടെ ഏൽപ്പിച്ചു. ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് എന്നാണോ ഒരു ഇങ്ങനെ അങ്ങോട്ട് ഞാൻ പറഞ്ഞൊരു ധ്യാനം കൂടിയിട്ട് വന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മദർ സന്തോഷമായിട്ട് എന്നെ ഇങ്ങോട്ട് വിട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു ധ്യാനത്തിന് ഞാൻ വന്നായിരുന്നു. ആ ധ്യാനത്തിൽ വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഉടനെ വരാൻ പറ്റിയല്ലോ. അങ്ങനെ ഓർത്തിരുന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലിങ്ങനെ പ്രചോദനം, പരിശുദ്ധാത്മാവ് തോന്നിക്കും, ആ ധ്യാനം നീ കൂടണം ശക്തമായിട്ട്. അപ്പം ഞാൻ ഓർത്തു അങ്ങനെ കൂടുവാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഉടനെ ഇങ്ങനെയാണ് ഒരു ധ്യാനം കൂടാൻ ചോദിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് 1 മാസം ഇവിടെ നിന്നങ്ങ് പ്രാർത്ഥിക്കാൻ അമ്മയോട് ചോദിക്കാം എന്നോർത്ത് ചോദിച്ചെല്ലാവരും അനുവാദവും തന്നു. അപ്പോൾ ഈ ധ്യാനത്തിന് ശേഷം ഇവിടെ തുടർന്ന് 1 മാസം താമസിച്ച് വചനം വായിച്ചും പഠിച്ചും ജ്ഞാനം നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ഇവിടെ നിന്ന് പോകാനുള്ളതിന് വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.